അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ട്യൂബ് ബീഡ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ട്യൂബ് ബീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കാണിക്കുകയാണ് കട്ട് ബീഡും ട്യൂബ് ബീഡും തമ്മിലുള്ള വ്യത്യാസം. കട്ട് ബീഡ് രണ്ടെണ്ണം വെച്ചാൽ എത്ര വലുപ്പം വരും, അങ്ങനെയാണ് ട്യൂബ് ബീഡ് വരുന്നത്. അപ്പോൾ ട്യൂബ് ബീഡ് ഈ ഒരു സൈസിൽ മാത്രമല്ല, ഇതിലും വലിയ സൈസിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഹാങ്ങിങ് ആക്കി യൂസ് ചെയ്യുന്നതൊക്കെ കുറച്ച് വലിയ ട്യൂബ് ബീഡാണ്. അപ്പോൾ നമ്മൾ നോർമലായി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ ആദ്യ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ട്യൂബ് ബീഡാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ട് ഞാനിതാ അയൺ നീഡിലാണ് എടുത്തിട്ടുള്ളത്. അയൺ നീഡിലിൻ്റെ നമ്മൾ ബീഡ്സ് കോർക്കണം. അയൺ നീഡിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഓരോന്നായിട്ട് ഞാൻ ട്യൂബ് ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബീഡ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു എങ്ങനെയാണ് ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ. നമ്മൾ മോതിര വിരൽ വെച്ചിട്ട് ഇതേപോലെ അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതേപോലെ നമ്മൾ ത്രെഡ് എടുത്തതിന് ശേഷം ഫസ്റ്റ് നമുക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഓരോ ബീഡ്സായിട്ട് നമുക്ക് കോർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ബീഡ് കോർത്ത സെയിം തന്നെയാണ്, അതേ ടൈപ്പ് തന്നെ നമുക്ക് ഓരോ ബീഡ്സായിട്ട് തന്നെ കോർത്തെടുക്കണം. അപ്പോൾ ട്യൂബ് ബീഡ് 2 ബീഡ്സായിട്ടൊന്നും കോർത്തെടുക്കരുത് കേട്ടോ. നമ്മൾ ഇപ്പോൾ തുണിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ടൈറ്റായിട്ട് നിൽക്കും. പക്ഷേ നമ്മൾ തുണി ഫ്രെയിമിൽ നിന്ന് അയച്ചതിന് ശേഷം നമുക്കിത് ലൂസായി കിടക്കും. അതുകൊണ്ട് നമ്മൾ ട്യൂബ് ബീഡ് ചെയ്യുമ്പോൾ എപ്പോഴും സിംഗിൾ ബീഡ്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് കോർത്തെടുക്കാൻ. അപ്പം അതേപോലെ ഞാൻ ലാസ്റ്റ് എൻഡ് നോട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത മെത്തേഡ് ട്യൂബ് ബീഡിൻ്റെ ഒപ്പം ഷുഗർ ബീഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ട്യൂബ് ബീഡ് ഒരു ഷുഗർ ബീഡ് അങ്ങനെ ഞാൻ ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ട്യൂബ് ബീഡ് കോർത്തതിന് ശേഷം വേണം ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ട്യൂബ് ബീഡ് വീണ്ടും കോർത്ത് കൊടുക്കുക. അല്ലാണ്ട് ഷുഗർ ബീഡും ട്യൂബ് ബീഡ് ഒന്നിച്ച് കോർത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കരുത്. അപ്പം നമുക്ക് ലൂസായി കിടക്കും. നമ്മൾ ഓരോന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ട്യൂബ് ബീഡ് സിഗ്സാഗ് ആയിട്ട് എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് ഡിഫറൻസിലാണ് വരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് താഴത്തെ ലൈനിൽ ഞാനിത് ഇതേപോലെ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഒരു ട്യൂബ് ബീഡ് കോർത്തതിന് ശേഷം നമുക്കിത് ഇതേപോലെ ചേരിച്ചിട്ട് അടുത്ത മുകളിലേക്ക് ഒരു ചെയിൻ എടുത്ത് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് ട്യൂബ് ബീഡ് കോർത്ത് കൊടുക്കാം. എന്നിട്ട് താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് മുകളിലേക്ക് ഇതേപോലെ നമ്മൾ ഷോർട്ട് സിഗ്സാഗ് സ്റ്റിച്ച് പഠിച്ചിരുന്നു. സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ ലോക്ക് സ്റ്റിച്ച് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇതേപോലെ കോർത്ത് കൊണ്ടുവരികയാണ്. നമ്മൾ വലിയ ട്യൂബ് ബീഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ലോക്ക് സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്ത പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ ചെയ്താലും നമുക്ക് കുഴപ്പമില്ലാതെ തന്നെ കിട്ടും. ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് എൻഡ് നോട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് അധികം ഇതിലും നമ്മൾ ഈ ഒരു ട്യൂബ് ബീഡിൻ്റെ സ്റ്റിച്ച് വരുന്നതാണ്. അടുത്തത് നമുക്ക് ട്യൂബ് ബീഡും ഷുഗർ ബീഡും വെച്ചിട്ട് എങ്ങനെ സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ അധികം ഡ്രസ്സിലൊക്കെ കാണുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ പോലെ തന്നെ 4 ഇഞ്ച് ഡിഫറൻസിൽ 2 ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴത്തെ ലൈനിൽ ഇതേപോലെ ഞാൻ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഒരു ട്യൂബ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ചെരിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടുന്ന് ഷുഗർ ബീഡ് കോർക്കുമ്പോൾ നമുക്ക് നേരെ തന്നെ കോർത്ത് കൊടുക്കാം. എന്നിട്ട് ട്യൂബ് ബീഡ് താഴേക്ക് കൊണ്ടുവരുമ്പോൾ ചെരിച്ചിട്ട് കൊണ്ടുവരും. എന്നിട്ട് അവിടുന്ന് ഷുഗർ ബീഡ് കോർക്കുകയാണെങ്കിൽ നേരെ തന്നെ കോർത്ത് വരിക. ഇതേപോലെ കോർത്തെടുക്കുക. ഷുഗർ ബീഡ് നേരെയാണ് നമ്മൾ കോർത്തെടുക്കുന്നത്. അത് വളച്ചിട്ടൊന്നും എടുക്കുന്നില്ല. പക്ഷേ നമ്മൾ ട്യൂബ് ബീഡ് എടുക്കുമ്പോൾ ഒന്ന് ചെരിച്ച് ട്യൂബ് ബീഡ് കോർത്ത് കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ മുകളിലെ സിഗ്സാക്കും താഴെയുള്ള സിഗ്സാക്കും നോക്കുകയാണെങ്കിൽ താഴെയുള്ള ഷുഗർ ബീഡ് കോർത്ത് നമുക്ക് പെർഫെക്റ്റ് എഡ്ജായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ അധികം ഡ്രസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഷോളിലൊക്കെ വരുന്നൊരു സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ഇത്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സ്റ്റിച്ചും കൂടി ചെയ്തിരുന്നു ട്യൂബ് ബീഡ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ ട്യൂബ് ബീഡ് വെച്ചിട്ട് എങ്ങനെ ലീഫ് ഡിസൈൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതേപോലെ ത്രെഡ് എടുത്തതിന് ശേഷം ഞാൻ അവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഞാൻ ട്യൂബ് ബീഡ് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്തിട്ടാണ് ഇപ്പം കാണിച്ചു തരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് ഇതേപോലെ ഈ ട്യൂബ് ബീഡിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് താത്തിയിട്ട് ഇതേപോലെ ത്രെഡ് എടുക്കുക. എന്നിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ വീണ്ടും ഒരു ട്യൂബ് ബീഡ് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് മുകളിലേക്ക് ഇതേപോലെ ചെയിൻ എടുത്തതിന് ശേഷം അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പം കൊടുത്തതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇതേപോലെ ത്രെഡ് കൊണ്ടുവന്ന് അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് എടുത്തതിന് ശേഷം അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ട്യൂബ് ബീഡും കൂടി കോർത്ത് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നമുക്ക് എൻഡ് നോട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ലീഫിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് സ്ട്രൈറ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇനി ഞാൻ ചേരിച്ചിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ ത്രെഡ് എടുത്തതിന് ശേഷം നമുക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ട്യൂബ് ബീഡ് കോർത്ത് കൊടുക്കാം. എന്നിട്ട് ട്യൂബ് ബീഡ് കൊടുത്തിട്ട് നമുക്ക് ഏത് സൈഡിലേക്കാണോ വേണ്ടത് ആ സൈഡിലേക്ക് ഇതേപോലെ ചെരിച്ച് ട്യൂബ് ബീഡ് കോർത്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ചെയിൻ എടുക്കുക, ഒരു ലോക്ക് സ്റ്റിച്ച്. എന്നിട്ട് ഇപ്പം കോർത്ത് ആ ഒരു ബീഡിൻ്റെ അടുത്തേക്ക്
സെൻറ്ററിൽ നിന്ന് കുറച്ച് താത്തിയിട്ട് അതേപോലെ ചെയിന് ഒരു ലോക്ക് സ്റ്റിച്ച്, എന്നിട്ട് ഒരു ബീഡ് കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ചെയിൻ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പം കോർത്തതിൻ്റെ അകത്ത് ഇതാ സെൻറ്ററിൽ നിന്ന് കുറച്ച് താഴേക്ക് ത്രെഡ് എടുക്കുക. എന്നിട്ട് അവിടെ ചെയിന് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ മുകളിൽ ഇതേപോലെ ഒരു എൻഡ് നോട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു ലീഫ് ടൈപ്പ് ഒക്കെ ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് വരച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ലീഫ് ഓയിൽ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴെ ലോക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാനിത് ഇതേപോലെ 2 ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ 2 ബീഡിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് താഴേക്ക് ഒരു ചെയിൻ ലോക്ക് വിട്ടതിന് ശേഷം ഓരോ 2 ബീഡായിട്ട് ഇതേപോലെ കോർത്തെടുക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ ലീഫിൽ ഇനിയും സ്ഥലം ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ബീഡും കൂടി കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് 3 എണ്ണത്തിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പം 4 ബീഡ്സ് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഇതിന് വേണമെങ്കിൽ ഔട്ടർ ലൈൻ കൊടുക്കാം. ഞാൻ അടുത്തതിൽ ഔട്ടർ ലൈൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ ലീഫ് വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരു ചെരിച്ചിട്ടാണ് ലീഫ് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇതേപോലെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് ഓരോ 2 ബീഡായിട്ട് കോർത്ത് കൊടുക്കാം. ഇതേപോലെ ചെരിച്ചിട്ട് നമുക്ക് ഒന്നിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് താഴേക്ക് ഒരു ചെയിൻ ലോക്ക് വിട്ടതിന് ശേഷം ഓരോ ബീഡ്സായിട്ട് നമുക്ക് കോർത്ത് കൊടുക്കാം. ഇതിന് ചുറ്റും നമുക്ക് ഔട്ടർ ലൈൻ കൊടുക്കാം. ഒന്നെങ്കിൽ ചെറിയ ത്രെഡ് അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ബീഡ്സ് വെച്ചിട്ട് ബീഡ്സ് കൊണ്ട് ഷുഗർ ബീഡാണ് കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ഔട്ടർ ലൈൻ കൊടുക്കാം. എന്നാൽ കട്ട് ബീഡ് വെച്ചിട്ട് നമുക്ക് ഔട്ടർ ലൈൻ കൊടുക്കാം. ഏതാണ് ഡ്രസ്സ് നമുക്ക് മാച്ചാന്ന് ആ ഒരു ലേബലിൽ നമുക്ക് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് അതിൽ ലീഫ് വരച്ചിട്ടില്ലേ അതിന് കണക്കായിട്ട് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 ബീഡ്സിനെ കൊണ്ട് ഇത് മാത്രമല്ല ഒരുപാട് ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് വരുന്ന ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഇത്ര മാത്രമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനൊരു സ്റ്റിച്ച് എന്നോട് മിസ്സായി പോയിട്ടുണ്ട്. അതും ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞുതരാം. 2 ബീഡിൻ്റെ അടുത്ത ക്ലാസ് വരുന്നേരം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.